Hello, good morning all. ഗുഡ് മോർണിംഗ്. ഹലോ, നമുക്കിന്ന് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത് അനസ് സാറാണ്. സാറ് സൗദിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സാറ് സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്, ട്രെയിനർ ആണ്, പബ്ലിക് സ്പീക്കർ ആണ്. സാറിന് സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷന് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം സർ. താങ്ക് യു. യെസ്, താങ്ക് യു സജിന മാം. എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ടോ? യെസ് സർ, ഓഡിബിൾ താങ്ക് യു. ആണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. Good morning. ഗുഡ് മോർണിംഗ് കിട്ടുമോ മാം? ഗുഡ് മോർണിംഗ്. എല്ലാവരും ചാറ്റിലൊക്കെ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, അല്ലാത്തവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ സെഷനിലേക്ക് പോവാം. റെഡി അല്ലേ? യെസ്, റെസ്പോണ്ട് റെഡിയാണ്. കേട്ടോ. Yes, സ്റ്റാർട്ട് ചെയ്യാം സർ. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ടോപ്പിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ എല്ലാവരും? ടോപ്പിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും ശ്രദ്ധിച്ചോ? ആരും ശ്രദ്ധിച്ചിട്ടില്ല? ഓക്കെ, ഞാൻ തന്നെ പറയാം. നമ്മളെല്ലാവരും സാലറി വാങ്ങുന്ന ആൾക്കാരാണ് അല്ലേ? കുറച്ച് ആൾക്കാരെങ്കിലും ഈ കൂട്ടത്തിൽ ചിലപ്പം ബിസിനസ് ചെയ്യുന്നവരും കാണുമായിരിക്കും. അപ്പൊ ഈ ബിസിനസ് ആണെങ്കിലും സാലറി ആണെങ്കിലും നമുക്ക് എന്തിനാണ് നമ്മൾ ഈ ജോലി മുന്നോട്ട് വെക്കുന്നത്? എന്തിനാ? എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജോലി ചെയ്യേണ്ടി വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് റിപ്ലൈ പറയാം കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ ഈ ഒരു ഇന്നത്തെ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ സംസാരിച്ചുകൊണ്ട് പോകുന്ന രീതി മാത്രമല്ല, ഒരു ഇന്ററാക്റ്റീവ് സെഷനും കൂടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നതിന് മാക്സിമം പറ്റുന്നവരൊക്കെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് റിപ്ലൈ പറയാം കേട്ടോ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? ഉണ്ടാക്കാന് നമ്മുടെ നീഡ്സ് കേട്ടില്ല. ഫുൾഫില്ല് നമുക്ക് നമ്മുടെ പ്രൈമറി നീഡ്സ് ഫുൾഫില്ല് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രൈമറി നീഡ്സ് ഫിൽ ചെയ്യണം. ഓക്കെ, താങ്ക് യു. പിന്നെ വേറെ അതുപോലെ തന്നെ സൊസൈറ്റി സ്റ്റാറ്റസ്, അപ്പൊ ഒരു നല്ലൊരു സാലറി ഉള്ളൊരു ജോബ്. സൊസൈറ്റിയിൽ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്, പിന്നെ മെസ്സേജിലൂടെ ഒക്കെ പറയുന്നുണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും മെയിൻ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് അല്ലേ? മണി അല്ലേ? പൈസ ഇല്ലെങ്കിൽ നടക്കുമോ? പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ എല്ലാത്തിനും ഈ എല്ലാവരും ജോലി ചെയ്യുന്നതും നമ്മൾ എല്ലാത്തിൻ്റെയും പുറകെ നടക്കുന്നതും ക്യാഷിന് വേണ്ടിയിട്ടല്ലേ? പൈസ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കൂ. അല്ലാത്തതായിട്ട് അഭിപ്രായമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നോ അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ കിട്ടുന്ന പൈസ, സമ്പാദിക്കുന്ന പൈസ നമുക്ക് പൂർണ്ണമായിട്ടും തികയുന്നുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈ പൈസ പൂർണ്ണമായിട്ടും തികയുന്നുണ്ടോ? ചിലപ്പോൾ നമ്മളിപ്പോൾ അംബാനി എടുത്ത് പോയി ചോദിച്ചാൽ പോലും എന്തായിരിക്കും പറയുന്ന മറുപടി? പുള്ളിക്കും പൈസയുടെ ആവശ്യം കാണും അല്ലേ? അപ്പൊ ഏതൊരു ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കും പൈസ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ചാറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു അക്ഷര. താങ്ക് യു അക്ഷര. നമ്മൾക്കുടെ ആവശ്യങ്ങൾക്കും പോരാത്തതിനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഉറപ്പായിട്ടും ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തേ പറ്റൂ. കാരണം എന്തിനാ? മെയിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൈസയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും ഒരു സാലറി വാങ്ങുന്ന ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എല്ലാവരും അല്ല എങ്കിൽ പോലും ഏകദേശം എബോ ആവറേജ് ആൾക്കാർക്കും ഒരു 23rd ആകുമ്പോഴത്തേക്കും, അല്ലെ ഒരു 20ാം തീയതി ആകുമ്പോഴത്തേക്കും അവരുടെ കയ്യിലുള്ള സാലറി മൊത്തം തീർന്നു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. പിന്നീട് അവർ ആ ഒരു 10 ദിവസത്തേക്ക് എവിടുന്നെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കടം വാങ്ങിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അത് അനുഭവിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? നമുക്ക് കിട്ടുന്ന ശമ്പളം ഫുള്ള് ഒരു മാസം മുഴുവനും കണ്ടിന്യൂ ചെയ്താൽ പോകാൻ പറ്റുന്നുണ്ടോ? നോ. No, ഇല്ല sir. അല്ലേ? ചെയ്ത് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വരും, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വരും, പിന്നെ വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിനേക്ക് ആ ഫണ്ട് എടുത്ത് അറേഞ്ച്മെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തോ പറ്റും? നമുക്ക് ആ ഒരു മന്ത് കവർ ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പൈസ കടം വാങ്ങിക്കും. അത് കഴിഞ്ഞ് ആ സാലറി കിട്ടുമ്പോൾ ആ കടം കൊടുക്കും.
ആ കടം വീട്ടിൽ കഴിയുമ്പോഴത്തേക്കും അടുത്ത കടം വാങ്ങിക്കേണ്ട അവസ്ഥ വരും. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ അല്ലേ നമ്മൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഭൂരിഭാഗം ആൾക്കാരും, യെസ് അല്ലേ? താങ്ക് യു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട് സത്യത്തില്. ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് മുന്നോട്ട് വെക്കുക, അത് പല തരത്തിലുള്ള റീസൺസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചിലപ്പോൾ അർജന്റായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ശമ്പളം കുറവാണെന്ന് പറയുന്ന വ്യക്തികൾ കാണുമായിരിക്കും. പിന്നെ വേറെ ഏതൊക്കെ റീസൺ കൊണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്കൊരു മാസം ഫുള്ള് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആ സാലറി കൊണ്ട് പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കും? ആവശ്യമില്ലാത്ത ഷോപ്പിങ്സ്, ആവശ്യമില്ലാതെ ഉള്ള ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴത്തെ ജനറേഷനുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പാർട്ടികള്, ഹോട്ടലിൽ പോയി ഇടയ്ക്കിടയ്ക്ക് പാർട്ടീസ് ഒക്കെ നടത്തിയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു മോശമാണ് എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴത്തെ Yes. സമൂഹത്തിലുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾ, അല്ലേ? ഇതേപോലെ മാഡം സൂചിപ്പിച്ച പോലെ ഈ റിയൽമി എന്നാണ് ഫോണിനകത്ത് കാണിക്കുന്നത്. അപ്പൊ പേരെന്താണെന്നൊന്ന് പറഞ്ഞായിരുന്നു, എനിക്കതൊന്ന് പേരെടുത്ത് പറയാൻ കൂടുതൽ ഇതാവുമായിരുന്നു. ലുബൈന ഏതാ? ലുബൈന ലുബൈന. ഓക്കെ, താങ്ക് യു ലുബൈന മാം. അപ്പൊ മാം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഒക്കെ ആൾക്കാരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്തതിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചെലവാക്കുന്ന ഒരു അവസ്ഥ ഈ കൂട്ടത്തിൽ മാഡം സൂചിപ്പിച്ചിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമ്മള് നീഡ്സിനേക്കാളും വാൺസിന് കൂടുതൽ താല്പര്യം വെക്കുന്നതുകൊണ്ട്. ഓക്കെ, താങ്ക് യു സറാബായ്. നീഡ്സിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റാത്തത് എന്ന് സാറ മാം പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു പോയിന്റിനെ തന്നെ ഞാൻ മുന്നോട്ട് എടുത്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം മാം സൂചിപ്പിച്ച പോലെ തന്നെ നീഡ്സ് വിത്ത് വാണ്ട്. എന്താണ് നീഡും വാണ്ടും? എന്താണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നീഡും വാണ്ടും? നമുക്ക് ദാഹിക്കുമ്പം വെള്ളം മതി, അതാണ് നീഡ്. പക്ഷെ നമ്മളത് കൊക്കക്കോള കുടിക്കാൻ പോകും, അതാണ് വാണ്ട് നമ്മുടെ. യെസ്, സാറാബായ്, താങ്ക് യു. ഇപ്പൊ സാറാബായ് സൂചിപ്പിച്ച പോലെ തന്നെ, സാറാബായ് എന്നല്ലേ പേര്? അതെ അതെ അതെ. ഓക്കെ, സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളുടെ ജീവിതത്തില് നമ്മൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന അവസ്ഥയില് നമ്മളുടെ നീഡും വാണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ നീഡിനെക്കാട്ടിലും കൂടുതൽ വാണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഘടകം വരുമ്പോഴായിരിക്കും നമ്മളുടെ എക്സ്പെൻസ് കൂടുന്നത്. നമുക്ക് ശമ്പളം തികയാതെ വരുന്നതിന്റെ മെയിൻ ഒരു കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണവും അതായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ നീഡ് എന്തൊക്കെയായിരിക്കണം? വേറെ ആരെങ്കിലും ഒന്ന് അഭിപ്രായം പറയാമോ? എന്തൊക്കെയാണ് നമ്മുടെ നീഡ്സ്? ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള നീഡ്സ് എന്തൊക്കെയാണ്? പറഞ്ഞോളൂ, തെറ്റിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. ഫുഡ് ഫുഡ് വാട്ടർ ഫോൺ, ഫുഡ്, ഫുഡ് സോറി, ഫുഡ്, വാട്ടർ, ഓക്കെ, ആഹാരം, പാർപ്പിടം, വസ്ത്രം. ഓക്കെ, താങ്ക് യു റോസ് സാർ. ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഫുഡ്, വായു, ഇതൊക്കെയായിരിക്കും നമ്മുടെ നീഡ്സ്, അല്ലേ? ഓക്കെ, ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇത് കൂടാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമുള്ള മറ്റുള്ള നീഡ്സുകൾ ഏതൊക്കെയാ? കുട്ടികൾക്കൊക്കെ അധിക ചെലവ്, പിന്നെ നമ്മൾ പുറത്തു പോയി കുട്ടികൾ, ഭക്ഷണം കഴിക്കുക. അത് പിന്നെ നീഡ്സ് അല്ല, അത് കല്യാണത്തിനൊക്കെ നീഡല്ല. അധികമായിട്ട് ചെലവ് വരുന്നുണ്ടല്ലോ. കല്യാണത്തിന് അധിക ചെലവ് വരുന്നതൊന്നും നീഡിന്റെ കാറ്റഗറി വരത്തില്ല, അതൊക്കെ വാണ്ടിന്റെ കാറ്റഗറിയിലായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നീഡ്, എന്താണ് വാണ്ടത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമുക്ക് കുട്ടികളുടെ ഫീസ് കൊടുക്കണം, അത് നീഡല്ലേ? ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം, അത് നീഡല്ലേ? ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ അത് സെറ്റ് ചെയ്യണം, അത് നീഡല്ലേ? അല്ലേ? യെസ്. ഓക്കെ, അപ്പം ഈ നീഡ്സ് ഏതൊക്കെയാണെന്ന് ഒരുവിധം കുറച്ചൊരു ഐഡിയാസ് ഒക്കെ നമുക്ക് കിട്ടി. അപ്പൊ വാണ്ട് എന്തൊക്കെയാണ്? അങ്ങനെയെങ്കിൽ വാണ്ട് എന്തൊക്കെയായിരിക്കും? ഇപ്പോ ഹെൽത്തിന് ഒരു സാധാരണ ഹോസ്പിറ്റലിൽ മതി ഒരു ചെറിയ പനിക്ക് എന്നുണ്ടെങ്കിലും ചിലരതൊരു എന്താണ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ പോയാലേ, അല്ലെങ്കിൽ അത് നമ്മുടെ ഇമേജ് പ്രശ്നമായിട്ട് കരുതുന്നവരുണ്ട്. അതുപോലെ യെസ്, തന്നെ അങ്ങനെ കുറെ കൂടി ഹൈ ലെവലിലോട്ട് പോയി കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലാതെ പൈസ യെസ്, ചെലവാക്കുന്ന ഒരു ടെൻഡൻസി.
അതെ അതെ കറക്റ്റാ പറഞ്ഞത്. അതായത് നമുക്ക് ചിലപ്പോൾ ഒരു നിസാരപ്പെട്ട ഒരു അസുഖം വന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയി മാറ്റാൻ പറ്റുന്ന ഒരു ചെറിയ പനിയായിരിക്കും നമുക്ക് വരുന്നത്. പക്ഷെ അവരുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ അനുവദിക്കത്തില്ല അത്. അവർക്ക് എപ്പോഴും ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണം. ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്കൊരു വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എന്തോ ചെയ്യും? ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങിച്ചു കുടിക്കാം. പക്ഷെ അതേസമയം അവിടെ നമ്മൾ 50 രൂപയുടെയോ 60ൻ്റെയോ അല്ലെങ്കിൽ 100ൻ്റെയോ 150ൻ്റെ ഒക്കെ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുന്നതാണ് വാണ്ട്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്കൊരു ഷർട്ട് ഇടണം അല്ലെങ്കിൽ നമുക്കൊരു ഡ്രസ്സ് ചുരിദാർ വാങ്ങണം, സാരി വാങ്ങണം. അത് നമുക്ക് നമ്മുടെ ലെവലിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് വാങ്ങിക്കാനുള്ള ക്യാഷേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന വേറെ പലതുമായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു ഫോൺ വാങ്ങണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീഡിൽപ്പെട്ട ഒരു നീഡാണ് മൊബൈൽ ഫോൺ, അല്ലേ? അപ്പം മൊബൈൽ ഫോൺ നമുക്ക് ആവശ്യമാണ്. മൊബൈൽ ഫോൺ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം മൊബൈൽ ഫോൺ പോലും നമുക്കൊരു ക്യാമറ ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഏതാണോ നമ്മുടെ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള എല്ലാ ആപ്പുകളും വർക്ക് ചെയ്യുന്ന ഒരു ഫോൺ നമുക്ക് ആവശ്യമാണെങ്കിൽ, പക്ഷേ നമ്മുടെ സാലറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ നമ്മൾ ഐഫോൺ 17 പ്രോ മാക്സോ 16 പ്രോ മാക്സോ വാങ്ങിച്ച് ഉപയോഗിക്കത്തുള്ളൂ എങ്കിൽ അത് വേണ്ടായിരിക്കും. അപ്പം നീഡും വേണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണോ? യെസ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. ആ ഓക്കെ. അപ്പൊ അങ്ങനെയെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചാറ്റിലോ അല്ലെങ്കിൽ വോയിസിലോ ഒന്ന് പറയാമോ? നീഡും വാണ്ടും ഒന്ന് രണ്ട് ഐറ്റംസ്. ഇന്ന ആവശ്യമാണെങ്കിൽ നീഡ്, ഇന്നതാണെങ്കിൽ വാണ്ട്. അത് മനസ്സിലായി എന്ന് എനിക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർക്കൂടെ കുറച്ചൊന്ന് ക്ലിയർ ആവുമല്ലോ. ഒന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യാവോ? ഹലോ സാർ, നീഡ്സ് ആണെങ്കിൽ പറഞ്ഞു. നമ്മുടെ പറഞ്ഞോളൂ മാം. കേൾക്കുന്നില്ലേ? യെസ്, കേൾക്കാലോ. പറഞ്ഞോളൂ. ഹലോ. ഓക്കെ, ഇപ്പം ഞാൻ തന്നെ പറയണേ. അപ്പൊ നമുക്ക് ചില സമയത്തെങ്കിലും നമുക്ക് നമ്മുടെ നീഡ്സ് നമ്മുടെ വാണ്ട് ആയിട്ട് മാറുന്നു. ഇതിന്റെ മലയാള മീനിങ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നീഡ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യവും വാണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹവുമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കടയിൽ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്നിരിക്കട്ടെ. പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു നമ്മൾ ഈ ഒരു പർച്ചേസിങ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ചിലവർക്കൊക്കെ അറിയായിരിക്കും. അതായത് നമ്മൾ വീടുകളിൽ വെച്ച് തന്നെ ഒരു പേപ്പർ എഴുതിയിട്ട് ഏതൊക്കെ സാധനമാണോ നമുക്ക് ഒരു മാസം ചെലവിന് ആവശ്യമായിട്ടുള്ളത് അത് എഴുതും. അരി ഒരു ചാക്ക്, പഞ്ചസാര ഇത്ര കിലോ, ഉഴുന്ന് ഇത്ര, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഒന്നുകിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ആ ഒരു പലചരക്ക് കടകളിൽ നമ്മളിത് അയച്ചിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റുകൾ അവർ വീട്ടിൽ കൊണ്ടു തരുന്ന ഒരു സിസ്റ്റമായിരുന്നു. ഒരു പക്ഷേ നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ പോലും കടയുടെ പുറത്ത് നമ്മൾ നിന്നിട്ട് ഈ പേപ്പർ കൊടുക്കും, അല്ലേ? പേപ്പർ കൊടുത്തിട്ട് അവർ ഈ സാധനങ്ങളെല്ലാം എടുത്ത് ചിലപ്പോൾ അവർ പറയും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ, നമ്മളിതെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കാമെന്ന് പറയും. ഒരു പക്ഷെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഇതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ ഇതേപോലെ ഇവിടെ കൊണ്ടുവരും, വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു നേരത്തെ നമുക്കുണ്ടായിരുന്നത്. പക്ഷെ ഇന്നെങ്ങനെ? ഇന്നതാണോ? ഇന്ന് ആ രീതിയാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? നമ്മള് വാങ്ങിക്കാൻ വേണ്ടി പോയി സൂപ്പർ കഴിഞ്ഞാല് മാർക്കറ്റിൽ പോയി കൗണ്ടർ നോക്കി ഓർഡർ കൊടുത്ത് ചെയ്യാം. കേൾക്കുന്നില്ല. 1000 ബഡ്ജറ്റ് പോയാൽ 10,000ന്റെ സാധനം മേടിച്ചിട്ട് വരും. അതാണ് ഇപ്പോഴത്തെ രീതി. നമ്മൾ സ്വയം ഇപ്പോഴത്തെ രീതി തിരഞ്ഞെടുക്കണം. നമ്മൾ സ്വയം സെലക്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എടുക്കേണ്ടി വന്നത്? ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നിസ്സാരപ്പെട്ട ഒരു സന്തൂറിന്റെ സോപ്പോ അല്ലെങ്കിൽ ഒരു പാലോ അല്ലെങ്കിൽ ജസ്റ്റ് ആവശ്യമുള്ള ഒരു ചെറിയ പച്ചക്കറി മാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സെക്ഷനിലുള്ള ആ സൂപ്പർ മാർക്കറ്റിലെ കംപ്ലീറ്റ് സെക്ഷനും നമ്മൾ കവർ ചെയ്തിട്ടേ വരത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണോ ഈ കൂട്ടത്തിലുള്ള? ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്കൊക്കെ പറയുന്നെങ്കിലും അതെ സാർ. എനിക്ക് അല്ലെങ്കിൽ ഒരു മനസ്സിന് സമാധാനം കിട്ടത്തില്ല. ഞാൻ ഇപ്പൊ ലുലുവിലൊക്കെ പർച്ചേസിന് പോവുകയാണെങ്കിലും ആവശ്യം ഉണ്ടോ ഇല്ലയോ എല്ലാ സെക്ഷനും കവർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതേ ഒരു ലെവലിലുള്ള ആൾക്കാരാണ് ഇന്ന് കൂടുതലും. നമ്മുടെ മൈൻഡ് ആ ഒരു രീതിയിലേക്ക് പോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ
നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ, അതായത് ഇപ്പം പല ഏജ് ഗ്രൂപ്പിലുള്ള ആളാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒരു തുണ്ട് പേപ്പറിനകത്ത് കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് വാങ്ങുന്ന സിസ്റ്റം അതുണ്ടായിരുന്നോ? Yes, ഉണ്ട് സാർ. ഉണ്ടായിരുന്നു. കുഞ്ഞിലേക്കുണ്ടായിരുന്നു. ഉണ്ടല്ലേ? ഓക്കെ. അമ്മ എന്റെ എഴുതി എന്റെ ഒരു തരും, നമ്മൾ കൊണ്ടുപോകും. യെസ്, നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ഞാനൊക്കെ എന്റെ കുഞ്ഞിനെയൊക്കെ ഞാനും എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മ എഴുതി തരുന്ന സാധനങ്ങളൊക്കെ മന്ത്ലി ഒരു പ്രാവശ്യമായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അത് ഒന്നുകിൽ സൈക്കിളിൽ കൊണ്ടുതരും, അല്ലെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുതരും, വീട്ടിലെത്തിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു എന്റെ ഒരു ചെറിയ ആ ഒരു പ്രായത്തിലൊക്കെ. പക്ഷെ ഇപ്പോൾ ഇന്നതെല്ലാം ഇപ്പോൾ മാറി. ഇപ്പോഴും ഉം. മൊബൈലിന് ഒന്ന് ചെറുതായിട്ടൊരു പിന്നെ ചെയ്തിച്ച് പോകും മൊബൈലിലെ. അന്നൊക്കെ മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോകും. നോട്ട് ചെയ്തിട്ട് പോകും. നമ്മൾ എത്ര നോട്ട് ചെയ്ത് വെച്ചിട്ട് പോയെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സിസ്റ്റം മാറി. അതായത് നമ്മളിൽ നിന്ന് എങ്ങനെ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടാമെന്ന് ഈ ഇപ്പോഴത്തെ വിപണിയിലുള്ള ആൾക്കാരെല്ലാം പഠിച്ചു കഴിഞ്ഞു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മൊത്തം മാറി. അതനുസരിച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം, ഓരോ സെക്ഷനിലും ചിലപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകും. ആ ഒരു പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ നമ്മളൊരു പാല് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പച്ചക്കറി വാങ്ങിക്കാനായിരിക്കും നമ്മൾ പോകുന്നതെന്ന് വിചാരിച്ചോ. പക്ഷെ ഇത് വെച്ചിരിക്കുന്ന എവിടെ ആയിരിക്കും? ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. ആ സൂപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും അവസാനത്തെ ഏതെങ്കിലും ഒരു മൂലയ്ക്കായിരിക്കും നമുക്ക് നിത്യേന ആവശ്യങ്ങളുള്ള സാധാ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം എന്താ? എന്തുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? നമുക്ക് കസ്റ്റമേഴ്സ് ആവശ്യമില്ലാത്ത എല്ലാ കാര്യം സ്ഥലത്തും കവർ ചെയ്യാൻ. ആ നോക്കി പോയി കസ്റ്റമേഴ്സ് ബാക്കിയുള്ള ഏരിയാസ് എല്ലാം കവർ ചെയ്തിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള ആ ഒരു സാധനത്തിലേക്ക് എത്താൻ. അപ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് പലതിലും ഉടക്കും. നമ്മൾ പോകുന്ന വഴി എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് എല്ലാ ഐറ്റംസും എടുക്കും. എല്ലാം എടുത്തതിന് ശേഷം ആ ഒരു സെക്ഷനിൽ പോയിട്ടായിരിക്കും നമുക്ക് എടുക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊരു 500 1000 സാധനം വാങ്ങാൻ പോകുന്നത് നമുക്ക് അവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും 2000 3000 ഒക്കെ ബില്ല് പർച്ചേസിംഗ് ബില്ല് ആവാനുള്ള മെയിൻ കാരണം ഇത് തന്നെയാണ്. പിന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കയ്യിലെത്തുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ റാക്കിന് താഴെയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ബില്ലിംഗ് സെക്ഷനിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം കഴിഞ്ഞാലും ബില്ലിംഗ് സെക്ഷനിൽ ചെറിയ 5 രൂപയുടെ ഒക്കെ മുട്ടായി അല്ലെങ്കിൽ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കാണും. ചില്ലറ വരുമ്പം അത് അവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്. യെസ്. ഇതൊക്കെ നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടും. അങ്ങനെ നമ്മൾ പർച്ചേസിന്റെ വാല്യൂ കൂട്ടുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് അത് ബെനിഫിറ്റ് ആവും. നമുക്ക് അതേസമയം നമ്മുടെ നീഡിനേക്കാൾ കൂടുതൽ നമ്മുടെ വാണ്ടായിട്ട് അത് മാറും. ഇന്ന് ഒരു സാലറി വാങ്ങുന്ന ഒരു വ്യക്തിക്ക് എത്ര രൂപയാണ് അവർക്ക് ചെലവാക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ പോലും പൊതുവെ കാണത്തില്ല. ഇപ്പം നമുക്ക് ഒരു ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വാഹനം വേണം. ആ ഒരു വാഹനം പക്ഷേ നോർമലി ഒരു ബൈക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിരിക്കണം. പക്ഷെ എന്നാൽ ഞാൻ ഡ്യൂക്കിലെ പോത്തുള്ളു അല്ലെങ്കിൽ ബുള്ളറ്റിലെ പോത്തുള്ളു എന്നുള്ളത് അവരുടെ വാണ്ടായിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഷർട്ട്, പക്ഷെ ഒരു എംബ്ലം മാത്രമായിരിക്കും ഒരു ജസ്റ്റ് വ്യത്യാസമുള്ളത്. അവിടെ US പോളോ, അലൻസൊള്ളി എന്ന് പറയുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകളൊക്കെ 3000 4000 വാങ്ങിച്ചിട്ട് ഇട്ടുകൊണ്ട് പോകുന്ന വ്യക്തികളുണ്ട്. അവരുടെ ക്യാഷിനനുസരിച്ചിട്ട് അവരത് ഇട്ടോട്ടെ. പക്ഷെ എങ്കിൽ പോലും ഇന്ന് നമ്മുടെ ചുറ്റിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ നടക്കുന്ന അതേ ഇപ്പൊ മൊബൈൽ ആണെങ്കിൽ പല ആൾക്കാരും മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ. iPhone 17 ഉപയോഗിക്കുന്നവരുണ്ട്, 16 ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ബുള്ളറ്റ് ആയാലും ശരി, കാർ ആയാലും ശരി, സൺറൂഫ് ഉള്ള കാർ ആയാലും വീടായാലും ശരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലെവലിനനുസരിച്ചിട്ടാണോ നമുക്ക് ചുറ്റിനും ആൾക്കാർ ഉപയോഗിക്കുന്നത്? ആണോ? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തില് നമ്മുടെ ആൾക്കാർ ആ ഒരു ചിന്താഗതിയായിട്ട് മാറിയതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് അങ്ങനെ മാറിയത്? മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ അത്ര ആ ഒരു പൊസിഷനിൽ ഉള്ളതാണെന്നുള്ള അറിയിക്കാനുള്ള ഒരു വ്യഗ്രത പലർക്കും ഉണ്ടാവാം. യെസ്, മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഉപയോഗിക്കുന്നത് ഇന്ന ഒരു ബൈക്കാണ്, ഇന്ന മൊബൈലാണ് എങ്കിൽ ഞാൻ ആ ഒരു ലെവലിലേക്ക് വന്നില്ല എങ്കിൽ അവരെന്ത് കരുതും? അല്ലെ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് എന്ത് വാല്യൂ ആയിരിക്കും കിട്ടുന്നത് എന്നുള്ളത് അല്ലേ? ഇന്ന് അതെ, ആരുടെയും ഫേക്ക് ആയിട്ടുള്ള ഒരു വാല്യൂ മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു വ്യഗ്രത. ഓക്കെ,
അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അവിടെ ശരിക്കും ആർക്കാണ് നഷ്ടം വരുന്നത്? നഷ്ടം നമുക്ക് ആർക്കാണ്? തന്നെ നമുക്ക് തന്നെ നമുക്ക് തന്നെയാണ് അല്ലേ? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കേരളത്തിൽ മാത്രമായിരിക്കും ഇത്രയും വലിയ വീടുകളൊക്കെ ഉള്ളത്. നമുക്കിപ്പം ഒരു 2 നില വീട് എന്ന് പറയുന്നത് ഇപ്പം ഒരു ജസ്റ്റ് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റാറ്റസ് ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ ഒരു 2 ആൾക്കാരോ അല്ലെങ്കിൽ 3 ആൾക്കാരോ അങ്ങേയറ്റം പോയാൽ 4 ആൾക്കാർ പോലും ഉള്ള ഒരു വീട്ടിൽ പോലും 2 നില വീട് മസ്റ്റാണ് അല്ലേ? പല സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും അവര് അവരുടെ വരുമാനത്തിനൊക്കെ കൂടുതൽ രീതിയിലാണ് വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പൈസ ചെലവാക്കുന്നത്. നല്ലൊരു എമൗണ്ട് ആയിരിക്കും ലോണിന്റെ ഒരു രീതിയിലേക്ക് അടച്ചു പോകുന്നത്. ചിലപ്പോൾ വരുമാനം അത്രയും പോലും കാണത്തില്ല. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവൽ നോക്കിയിട്ടാണ് പലരും കാണുന്നത്. ചിലപ്പം അതൊക്കെ പലയിടത്തു നിന്ന് ചിലപ്പം ഹസ്ബൻഡ് വൈഫിനെ നിർബന്ധിക്കും, നേരെ തിരിച്ച് വൈഫ് ഹസ്ബൻഡിനെ നിർബന്ധിക്കും, മക്കള് നിർബന്ധിക്കും. ചിലപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള പല ആൾക്കാരുടെയും പല വ്യക്തികളുടെയും ജോലിയുടെ സാലറി പോലും നോക്കാതെ മക്കൾക്ക് ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട്, ബാക്കിയുള്ള ഡ്യൂക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ അവരുടെ ലെവലിനേക്കാളും കൂടുതൽ ചെയ്ത് കൊടുക്കുന്ന പാരൻസും ഉണ്ട്, നേരെ പല രീതിയിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ലെവലിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മെയിൻ പ്രോബ്ലം വരുന്നത് എവിടാണ്? നമ്മുടെ സാലറിയിലാണ്. അപ്പം സാലറി വാങ്ങുന്ന ഒരാൾക്ക് തൻ്റെ ചെലവ് എത്രയാണ്, അതേപോലെ തനിക്ക് എത്ര രൂപ സേവ് ചെയ്യണം, ഞാൻ എവിടാണ് എൻ്റെ നീഡ്സിന് വേണ്ടി ചെലവാക്കേണ്ടത്, എൻ്റെ വാണ്ട് ഉണ്ട് എങ്കിൽ ആ വാണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ നീഡ്സും വാണ്ടും തമ്മിൽ നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു സാധനം വേണമെന്നിരിക്കട്ടെ. ആ സാധനം ഞാൻ 2 ദിവസം അല്ലെങ്കിൽ ഒരു 2 മാസം ഒന്ന് നോക്കിക്കോ, 2 മാസത്തേക്ക് ഞാൻ ആ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ അതെൻ്റെ നീഡായിരിക്കത്തില്ല, വാണ്ട് മാത്രമായിരിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു മാളിൽ പോകാമെന്ന് വെച്ചു, ഒരു ലുലു മാളിൽ പോകാമെന്ന് വെച്ചു. ലുലു മാളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ഐറ്റംസ് ചിലപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ പോയി വാങ്ങിച്ചിട്ട് ചിലപ്പോൾ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്ന പല സാധനങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ അങ്ങനെ നിങ്ങൾ പല സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഇതുവരെ ആ ഒരു സമയത്ത് നിങ്ങൾ വാങ്ങിക്കുമായിരിക്കും, പക്ഷെ പിന്നെ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും സാധനങ്ങളുണ്ടോ? യെസ്. ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ ഒക്കെ പേര് പറയാമോ? നമ്മൾ അതെന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ നമുക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെടും, പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ചിലപ്പോൾ കുറേ നാളുകൾ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ട് നിൽക്കുന്ന പല സാധനങ്ങളും കാണും. വേറൊരു ഉദാഹരണമാണ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഈ ഡ്രസ്സിന്റെ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, ബോട്ടിക്യൂ, വലിയ വലിയ ഷോപ്പുകൾ, ലേഡീസിന്റെയും ജെന്റ്സിന്റെയും ഒക്കെ ഡ്രസ്സിന്റെ ഷോപ്പുകളൊക്കെ ഇല്ലേ, അവിടെ മാനിക്യൂനകത്ത് ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടേക്കുന്ന കണ്ടിട്ടുണ്ടോ? മാനിക്യൂൻസ് മീൻസ് ഡോൾ, ഒരു പാവയ്ക്കകത്ത് ഡോളിനകത്ത് ലേഡീസിന്റെ ഒക്കെ ആയാലും ശരി ജെന്റ്സിന്റെ ആയാലും ശരി നല്ല ടോപ്പുകളൊക്കെ, നല്ല ഗൗണോ ടോപ്പൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിടും. അപ്പം നിങ്ങൾ ആ ഒരു റോഡിൽ കൂടെ പോകുന്ന സമയത്തായിരിക്കും ഇത് നിങ്ങളുടെ കണ്ണിൽ പെടുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് പോയി വാങ്ങത്തില്ലേ? എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും വാങ്ങിക്കാൻ നോക്കത്തില്ലേ? നോക്കൂ, അതെ നോക്കും. വാങ്ങിക്കാൻ നോക്കും. പക്ഷെ നേരത്തെ പണ്ടത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഡ്രസ്സ് വാങ്ങുന്നത്? വിശേഷ ദിവസങ്ങളിലായിരിക്കും കൂടുതൽ ഗോൾഡ്. വിശേഷ ദിവസങ്ങളായിരിക്കും നമ്മൾ ഈ ഡ്രസ്സ് വാങ്ങുന്നത്. ഒന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഓണത്തിന് അല്ലെങ്കിൽ പെരുന്നാളിന് അല്ലെങ്കിൽ ക്രിസ്മസിന് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഡ്രസ്സ് വാങ്ങുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും കടകളിൽ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് വാങ്ങും. പിന്നെ നമ്മുടെ പൈസ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ രീതിയിൽ പൈസ ചെലവഴിക്കാനുള്ള ഏറ്റവും വലിയ രീതിയിലുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഷൻ. ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ആൾക്കാരും എന്തൊക്കെയാണോ ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഐഫോൺ ഇപ്പോൾ പുതിയത് ഇറങ്ങും. ഞാൻ എപ്പോഴും ഐഫോൺ പറയുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഐഫോൺ യൂസ് ചെയ്യുന്നവർ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്തിട്ടാണ് അവർ ഐഫോൺ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 16 Pro യൂസ് ചെയ്ത ഒരു വ്യക്തി സെപ്റ്റംബറിൽ അടുത്ത പുതിയ മൊബൈൽ 17 Pro ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഉടനെ അവർ അത് വാങ്ങും. അവരുടെ ഫോണിന് യാതൊരുവിധ പ്രോബ്ലംസും കാണത്തില്ല. പക്ഷെ അവരുടെ കയ്യിൽ ഏറ്റവും പുതിയ മോഡൽ അല്ല ഇരിക്കുന്നതെങ്കിൽ അവരുടെ മൈൻഡിൽ അവരുടെ സ്റ്റാറ്റസ് കുറഞ്ഞ ഒരു ലെവലായിട്ടായിരിക്കും അവർ കാണുന്നത്. പിന്നെ രണ്ടാമതാണ് സോഷ്യൽ ട്രാപ്പ് എന്ന് പറയുന്നത്. സോഷ്യൽ ട്രാപ്പ് എന്ന് പറയുന്നത് മനസ്സിലായോ? നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ പണം ഇല്ലെങ്കിൽ ലോൺ എടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. പിന്നാണ് പരസ്യങ്ങളുടെ സ്വാധീനം.
നമ്മൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴാണെങ്കിൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പരസ്യങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ജസ്റ്റ് ഒരു ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെടുന്ന വാങ്ങിക്കാൻ വേണ്ടി മീഷോ, പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇല്ലേ? ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇല്ലേ? യെസ്. അതെ. പിന്നെ വേറെ ഇതേപോലെയുള്ള വേറെ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ള? നമുക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റംസിന് വേണ്ടിയിട്ട് നമ്മളെ പരസ്യങ്ങൾ വഴി നമ്മളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആപ്ലിക്കേഷൻസോ അതേപോലെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയുണ്ട്? ആമസോൺ, ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഫ്ലിപ്കാർട്ട്. മിന്ത്ര, കേട്ടില്ല. മിന്ത്ര. മിന്ത്ര. നൈക്ക, മിന്ത്ര, നൈക്ക. ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത പല പല ട്രെൻഡിയോൾ, ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മീഷോ, ഷെയിൻ. ട്രെൻഡിയോൾ ഇല്ലേ പിന്നെ അവിടെ? കേട്ടില്ല. ട്രെൻഡിയോൾ ആപ്പ്. ട്രെൻഡിയോൾ. സൗദിയിലാണോ അതോ പുറത്താണെന്ന് തോന്നുന്നല്ലോ ട്രെൻഡിയോൾ എന്നൊക്കെ അത് പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് യൂസ് ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് ട്രെൻഡിയോൾ എന്ന് പറയുന്ന നാട്ടിലുള്ള. ഇപ്പം പിന്നെ വേറെ ഇതേപോലുള്ള ആപ്പുകൾ. പിന്നെ നമുക്കിപ്പോ ഒന്ന് വിശക്കുക. നമ്മൾ നേരത്തെ സമയത്ത് നമ്മൾ ഈ വിശക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? പണ്ട് കാലത്തൊക്കെ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ സ്വിഗ്ഗി, ഭയങ്കരമായിട്ട് സൊമാറ്റോ സ്വാധീനിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സാധിക്കും അല്ലേ? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു 5 മിനിറ്റുള്ളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 10-15 മിനിറ്റുള്ളിൽ നമ്മുടെ അടുത്തുനിന്ന് എന്താണോ ഫുഡ് നമുക്കത് വീട്ടിലെത്തിക്കും. കുക്ക് ചെയ്യേണ്ട, വേറെ ഒന്നും വേണ്ട. നമ്മളൊരു അരിയൊക്കെ കഴുകി റെഡിയാക്കി സെറ്റാക്കി എടുക്കുന്ന സമയം പോലും വേണ്ടി വരത്തില്ല. നമ്മുടെ വീട്ടിലും മുറ്റത്ത് സാധനം റെഡിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസും ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മുടെ പർച്ചേസ് എങ്ങോട്ട് പോയി? നമുക്ക് ഫെസിലിറ്റീസ് കൂടി, നമുക്ക് സൗകര്യങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ക്യാഷും ആ ഒരു ലെവലിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഇതായിരുന്നു, നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓണത്തിനോ ക്രിസ്മസിനോ പെരുന്നാളിനൊക്കെ ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഡ്രസ്സല്ല, ഈ ഇൻക്ലൂഡിങ് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ. പക്ഷെ ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ? ബജാജ് ഫൈനാൻസ് പോലുള്ള EMI സിസ്റ്റംസ് വന്നു അല്ലേ? ഒരുപാട് EMI സിസ്റ്റംസ് ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നു. ഇത് വന്നപ്പോഴത്തേക്കും നമുക്കൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഷോപ്പിൽ പോവും, ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ഷോപ്പിൽ പോവും, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിൽ പോവും. അവിടുന്ന് ക്യാഷ് നോക്കാതെ നമ്മൾ പൈസ എടുക്കുന്ന ഒരു സിസ്റ്റമാണ്, അതായത് സാധനങ്ങൾ എടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്നത്തുള്ളത്. EMI അടച്ചാൽ മതി. ഈ EMI എന്ന് പറയുന്നത് നമ്മൾ അന്നേരം നമ്മുടെ ഈ പൈസ കാണത്തില്ല, പക്ഷെ നമ്മൾ പോയി പർച്ചേസ് ചെയ്യും. ഈ പൈസ EMI അടയ്ക്കുന്ന പൈസ എവിടെ നിന്നാണ് വരുന്നത്? അതും നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ അല്ലേ? അല്ലേ നമ്മൾ കയ്യിൽ നിന്ന് തന്നെ ഇടണ്ടേ? നമുക്ക് എക്സ്ട്രാ വേറെ ഇൻകം ഒന്നും കിട്ടുന്നില്ലല്ലോ. കിട്ടുന്നുണ്ടോ? അപ്പം നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? വാൺസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കൺട്രോൾ ചെയ്യുക. നമ്മുടെ വാൺസ് മനസ്സിലാക്കിയിട്ട് കൺട്രോൾ ചെയ്യുക. അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ വാൺസ് നീഡ്സ് തിരിച്ചറിയുക. കേട്ടില്ല. അത് തന്നെ, നീഡ്സിന് പ്രിഫറൻസ് കൊടുക്കുക. വാൺസ് അത്ര ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആ വാൺസിനെ മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ എഴുതിക്കൊണ്ട് പോകുന്നത് തന്നെ വാങ്ങിച്ചിട്ട് വരാൻ ശ്രമിക്കുക. അതല്ലാതെയുള്ള മറ്റു കാര്യങ്ങൾ അട്രാക്റ്റഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സേവിങ് ആയിട്ട് മുൻകൂട്ടി സേവിങ്ങിലോട്ട് ഒന്ന് ചെയ്യുക. ഒരു എമൗണ്ട് സേവിങ് ആയിട്ട് മാറ്റുക. അപ്പൊ അത്ര എമൗണ്ട് എന്തായാലും നമ്മുടെ കയ്യിൽ കുറഞ്ഞായിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. ഓക്കെ. അതിനുവേണ്ടി സേവിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഏതെങ്കിലും ലോൺ, അതായത് ലോൺ അല്ല, ചിട്ടി പോലുള്ള കാര്യങ്ങൾക്ക് അതെ ഇൻവെസ്റ്റ് അതെ ചെയ്യാം. അതിലോട്ട് പോയി ഗോൾഡിൽ കഴിയുമ്പോൾ കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ച് നമ്മുടെ വാൺസ് ഒക്കെ ഓട്ടോമാറ്റിക് കൺട്രോൾ ആയി പോകും. അതുപോലെ തന്നെ റോബ് സാറ് പറഞ്ഞ പോലെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ക്യാഷ് ചെലവഴിക്കുക. പിന്നെ ഞാൻ ഈ നേരത്തെ കേട്ടില്ല. ബ്രാൻഡഡ് മാത്രമേ യൂസ് ചെയ്യൂ എന്നുള്ള പിടിവാശിക്ക് ഒരു അയവ് വരുത്തുക. യെസ്, എല്ലാ കാര്യത്തിലും ബ്രാൻഡഡ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു പിടിവാശി മാറ്റുക. ഓക്കെ. ഇനി അതുമല്ല, ബ്രാൻഡഡ് യൂസ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് നമുക്ക് എന്തുകൊണ്ട് വേണം? ബ്രാൻഡിന്റെ ലോഗോ കിട്ടുന്ന കോപ്പിയും കിട്ടും, കുഴപ്പമില്ല എങ്കിൽ അല്ലേ? അതും യൂസ് ചെയ്യാം അല്ലേ? പിന്നെ അത്യാവശ്യങ്ങളെ പരിഗണിക്കുക, ആവശ്യങ്ങൾ ഒഴിവാക്കുക. മറ്റുള്ളവരുടെ ലൈഫിലെ കമ്പാരിസൺ ഒഴിവാക്കാം. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺസ് ഒഴിവാക്കുക.
അപ്പം ഇത് നിങ്ങൾ തന്നെ പറയട്ടെ. അപ്പം നിങ്ങൾ പറയാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവസാനം ഞാൻ പറയാം. ഓക്കെ, കമ്പാരിസൺസ് ലക്ഷറിയസ് ലൈഫിനെ കുറച്ച് കൊണ്ടുവരിക. ലക്ഷറി ലൈഫ് കുറച്ച് കൊണ്ടുവരിക. ഈ ലക്ഷറി ലൈഫ് അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഐഫോൺ യൂസ് ചെയ്യേണ്ടെന്നോ അതേപോലെ നമുക്ക് ഇതേപോലെ സൺറൂഫ് ഉള്ള കാർ യൂസ് ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത്. നമ്മൾക്ക് അതിനുള്ള ഇൻകം ഉണ്ട് എങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവരുടെ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് 20,000 രൂപയുടെ ഒരു ഫോണേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ എനിക്ക് 1.5 ലക്ഷം രൂപയുടെ ഫോൺ വേണം എന്ന് ആഗ്രഹിക്കുന്നത്, അത് EMI ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്പോട്ടിന് നമുക്ക് ഫോൺ കിട്ടും. പക്ഷെ ആ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള വേറെ ഏതെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? പിന്നെ നമ്മുടെ ഞാൻ ലൈഫിൽ ഞാൻ ഇവിടെ കേട്ടില്ല. നമ്മുടെ ലൈഫിൽ എന്താണോ ഉള്ളത് അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഉള്ളതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക, അതും നല്ലൊരു ആൻസർ ആണ്. നമ്മുടെ ഉള്ളതിൽ മൈൻഡ് സെറ്റ് തൃപ്തിപ്പെടുക. ഓക്കെ ആക്കുക, അതായത് മറ്റുള്ളതിൽ ഭ്രമിക്കാതെ, അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് ഫസ്റ്റ് ഓക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പെട്ടുപോകാതിരിക്കാനായിട്ട് നമുക്ക് പറ്റും. ആദ്യം നമ്മൾ നമ്മുടെ തോട്ട്സിനെ ഓക്കെ ആക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഫൈനാൻസ് പ്ലാൻ ചെയ്യുക എന്നും മെസ്സേജ് അയച്ചു. ജേക്കബ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു ജേക്കബ്, താങ്ക് യു മാം. അപ്പം ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് ക്യാഷ് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതിൽ കുറേ ഓപ്ഷൻസ് പറഞ്ഞു. ഇതിനകത്ത് പറയാത്തൊരു കാര്യമാണ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇന്ന് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഈ പൈസ നമുക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ? അതിനുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള നമുക്ക് എപ്പം വേണമെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്. ഇത് പോസിറ്റീവ്സും ഉണ്ട്, പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും നമ്മൾ അറിയത്തില്ല. ഉദാഹരണത്തിന് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാന്ന് വെച്ചോ. ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ പേഴ്സ് തുറന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ വാനിറ്റി ബാഗ് തുറന്നിട്ട് നമ്മൾ ക്യാഷ് ആയിട്ടാണ് എടുത്ത് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പൊള്ളും. ഈ ഇത്രയും രൂപ ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കിയോ എന്ന് തോന്നുന്നു നമ്മുടെ മൈൻഡിൽ. ചിലപ്പോൾ ഒരു 500 അല്ലെ 1000 അല്ലെ 2000 രൂപ ക്യാഷ് ആയിട്ട് എണ്ണി കൊടുക്കുവാണെന്ന് വെച്ചോ, നമുക്കത് നമ്മുടെ ഉള്ളിലൊന്നും തട്ടത്തില്ലേ? ഇല്ലേ? കറക്റ്റ് ആൻസർ. പക്ഷെ അതേസമയം നമ്മളിത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് കാർഡ് പേയ്മെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗൂഗിൾ പേയ്മെന്റ് ചെയ്യുന്നു. ഇത് കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും കുഴപ്പം? നമ്മുടെ ഉള്ളിലുള്ള ബാലൻസ്, നമ്മുടെ കയ്യിലുള്ള ബാലൻസ് നമുക്ക് പോലും പ്രോപ്പറായിട്ട് തിരിച്ചറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ വെച്ചോ ഒരു 5000 സംതിങ് അല്ലെ 3000 സംതിങ് അല്ലെ 10 സംതിങ് അല്ലെ 500 സംതിങ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഏകദേശം നമുക്ക് ഒരു മനസ്സ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ പോവാ, സ്വൈപ്പ് ചെയ്യുക, കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു, അല്ലെ ഗൂഗിൾ പേ ചെയ്ത് ഫോൺ പേ ചെയ്ത് പരിപാടി കഴിഞ്ഞു. പിന്നെ ക്യാഷ് ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും ആൾക്കാർ ചോദിക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും ഈ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്പുകൾക്ക് പറ്റുന്നുണ്ട്. അതായത് ആ ആപ്പിൾ ഉണ്ട് എങ്കിൽ ആൾക്കാർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് പോലും നമുക്ക് ചിലപ്പോൾ ഒരാൾ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ചിലപ്പോൾ തിരിച്ചു കിട്ടത്തില്ലായിരിക്കും, പക്ഷെ ചെറിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് അത് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല സാർ, ഇല്ല. എവിടെയെങ്കിലും അപ്പം ഈ ഗൂഗിൾ പേ, ഫോൺ പേ നിങ്ങൾക്ക് എല്ലാ സമയത്തും നമുക്ക് ഉപകാരപ്പെടുവാണോ, അതോ നമുക്ക് ദോഷപ്പെടുന്ന ഒരു സംഭവം സിറ്റുവേഷൻ വരുന്നുണ്ടോ? ദോഷമുള്ള സിറ്റുവേഷനും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞത് റിലേ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് നമുക്ക് നമ്മുടെ Yes, sir. Yes. പറഞ്ഞോളൂ പിന്നെ. അല്ല, അങ്ങനെയുണ്ട്. ആവശ്യമില്ലാതെയുള്ള ഷോപ്പിംഗ് കാർഡിലും ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ബഡ്ജറ്റിന് അപ്പുറത്തേക്കൊക്കെ പോകുന്നത് ശരിക്കും ഈ ഗൂഗിൾ പേ ഒക്കെ ഉള്ളതൊക്കെ കൊണ്ട് തന്നെയാണ്. അതുപോലെ സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും എൻ്റെ ലൈഫായിട്ട്. ഓക്കെ, അപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് തോന്നുന്നു. ഈ നമ്മുടെ ഈ ഒരു സാമ്പത്തിക അച്ചടക്കത്തിന് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷെ ആ ഒരുപാട് ഘടകങ്ങളിലേക്കൊക്കെ നമുക്ക് ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലുള്ള 50-30-20 റേഷ്യോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിനകത്തോട്ട് പോകുന്നില്ല. ഇന്ന് നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നീഡും വാണ്ടും തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മളെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള ഏതൊക്കെ കാര്യങ്ങളാണോ
ഒരു മാസം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണോ അത് നമ്മൾ വ്യക്തമായ രീതിയിൽ നമ്മൾ എഴുതി വെക്കുക. നമ്മൾ പർച്ചേസിന് പോവുകയാണെങ്കിലും ശരി, നമ്മുടെ ക്യാഷ്, പിന്നെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലംസ് ആണ് നമുക്ക് മന്ത്ലി കിട്ടുന്ന സാലറി നമ്മൾ നോട്ട് ചെയ്ത് വെക്കത്തില്ല. ചിലപ്പം ആദ്യത്തെ 1-2 മാസം ചെയ്യും, പിന്നെ ചെയ്യത്തില്ല. അല്ലെ ഒരു മാസത്തിൽ 1-2 ദിവസങ്ങളിലൊക്കെ ചെയ്യും. അങ്ങേയറ്റം പോയ 1 വീക്ക് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കുന്നവരുണ്ടോ? ഒരു മാസം എനിക്ക് ചിലപ്പം ജസ്റ്റ് ഒരു 15,000, ഒരു ഉദാഹരണം പറയുക, 10,000 രൂപ സാലറി കിട്ടി. 10,000 രൂപ സാലറി കിട്ടിയെങ്കിൽ എൻ്റെ എക്സ്പെൻസ് 3,000 ഇന്നതിന്, 200 ഇന്നതിന്, 500 ഇന്നതിന്. അങ്ങനെ ആരെങ്കിലും നോട്ട് ചെയ്യുന്ന ഈ കൂട്ടത്തിലുണ്ടോ? ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് എന്നല്ല, കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കി പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് പേ പോലുള്ള ഇഷ്ടംപോലെ ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഈ ആപ്പുകൾക്ക് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ റിപ്പോർട്ട് ബേസ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് നമുക്ക് ഒരുപാട് രീതിയിലുള്ള അക്കൗണ്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും പഠിക്കണ്ട. നോർമലി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വരുമാനം എത്രയാണെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഓരോന്നിനും നമ്മൾ ഇപ്പോൾ പാലിന് പത്രത്തിന് കൊടുക്കുന്നു, പാലിന് കൊടുക്കുന്നു, റെന്റ് ഉണ്ടെങ്കിൽ അത്, ലോൺ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാത്തിനും നമ്മൾ നോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കാമെന്ന് വെച്ചോ. അങ്ങനെ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു മാസം എനിക്ക് എക്സ്പെൻസ് എത്രയാണ്, എൻ്റെ ഇൻകം എത്രയാണ്, അതിനുശേഷം എനിക്ക് എവിടെയാണ് എനിക്ക് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് റെഡിയാക്കി എടുക്കാൻ ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റും. അതിന് നമ്മൾ മടി കൂടാതെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഡിസിപ്ലിൻ വേണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഈ മോർണിംഗ് സർക്കിളിൽ തന്നെ പല രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഡിസിപ്ലിൻസ് വേണമെന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്. അപ്പം ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എത്ര രൂപ ഇൻകം ഉണ്ട്, എത്ര രൂപയുടെ എക്സ്പെൻസ് ഉണ്ട് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ അത് ഇന്നു മുതലെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ നോക്കുക. നമുക്ക് ക്രെഡിറ്റ്, ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ആരെങ്കിലും കടം തരാനുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓരോ മാസവും നമ്മൾ ചെലവഴിക്കുന്ന സാധനങ്ങളായാലും ശരി, ചെലവഴിക്കേണ്ട സാധനങ്ങൾ ആദ്യമേ മുൻകൂട്ടി ഇവിടെ പലരും സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എനിക്ക് ഈ മാസം ഇന്ന സാധനങ്ങളായിരിക്കും. പിന്നെ എത്ര ബാലൻസ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. പിന്നെന്താണ്, ഗൂഗിൾ പേ വന്നതോടുകൂടി എക്സ്പെൻസ് കൂടി. മണി 10 വഴിക്കാൻ, സോറി, ഞാൻ ജസ്റ്റ് മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ. മണി ഏത് വഴിക്കാണ് പോയത്? മണി ഏത് വഴിക്കാണ്, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് പോയതായിരിക്കും. ഏത് വഴിക്കാണ് പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഇപ്പം സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴായിരിക്കും ഇന്ന കാര്യങ്ങൾക്ക് ഞാൻ ആ പൈസ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം ഈ കൂട്ടത്തിൽ നിങ്ങളുടെ ആരുടെങ്കിലും എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാവോ ഒന്ന്? പൈസ അറിയാതെ ചെലവാക്കിയതാണോ സാർ പറയുന്നത്? പെട്ടെന്ന് ചെലവാക്കിയത്? സാർ മ്യൂട്ടായിട്ടുണ്ട്. സോറി കേട്ടോ. കാര്യം ഒന്ന് ജസ്റ്റ് ലാബിന് ചാർജ് ഒന്ന് ഇട്ടതാ. ഇപ്പൊ ക്ലിയർ ആയി. അതായത് നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ നോക്കാതെ നമുക്ക് ചിലവായിട്ടുള്ള എമൗണ്ടുകൾ ഉണ്ട് എങ്കിൽ അത് ഏകദേശം എന്തിനൊക്കെ ആയിരിക്കും എന്നുള്ളത് തുറന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അതെ, പൈസ അറിയാതെ ചെലവാക്കിയത് ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ പെട്ടെന്ന് ഒരു JBL സ്പീക്കർ കണ്ടതായിരുന്നു. സ്പീക്കർ ഉണ്ട്. അതെ, അതൊരു ബ്ലൂടൂത്ത് സ്പീക്കർ. അതിന് പെട്ടെന്ന് ഒരു ഓഫർ കണ്ടതും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നേ ഉള്ളായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് തോന്നി അത് കൊള്ളാം, ഒരു പ്രൈസ് കുറച്ച് ബാർഗൈനബിൾ ആയിരുന്നു വിചാരിച്ച് പെട്ടെന്നൊരു ഇൻസ്റ്റൻസിന്റെ പുറത്ത് നേരെ ഗൂഗിൾ പേ ചെയ്ത് എടുക്കുന്ന ഒരു സ്പീക്കർ ആയിരുന്നു അത്. അതൊരു പെട്ടെന്ന് ഓർമ്മ വന്നു. നമ്മൾ ജേക്കബ് സാറ് പറഞ്ഞ പോലെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകമാണ്. നമ്മുടെ ക്യാഷ് പോകുന്നതിനകത്ത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് അവിടെ എഴുതി വെച്ചേക്കും ജസ്റ്റ് 1999 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇൻഡു ഇട്ടിട്ട് നൗ
999 ജസ്റ്റ് ചിലപ്പം നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും വലിയൊരു ഓഫറാണ്, ഈ ഒരു ഓഫറിന് ഈ സാധനം ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമാണെന്ന് നമ്മൾ സ്വന്തമായിട്ട് മനസ്സിൽ വിചാരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടില്ലേ? അതേപോലെ അതേപോലെ തന്നെ ഒരു കേസാണ്. അതായത് 2 ദിവസത്തെ ഓഫർ, 3 ദിവസത്തെ ഓഫർ, അല്ലെ 5 ദിവസത്തെ സ്പെഷ്യൽ ഓഫർ, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഓഫേഴ്സും ഈ പല കടക്കാരും കൊടുക്കും. ഈ എത്ര ദിവസത്തെ ഓഫർ എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസവും എല്ലാ ദിവസവും ഈ കടകളിലൊക്കെ ഓഫറുകളുണ്ട്. പേര് മാത്രമായിരിക്കും മാറുന്നത്. ചിലപ്പോൾ ഈദ് ഓഫർ, അല്ലെങ്കിൽ മന്ത് ഓഫർ, മന്ത് എൻഡ് ഓഫർ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ഓഫർ, അല്ലെങ്കിൽ ബൈബാക്ക് ഓഫർ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പല പ്രൊഡക്റ്റിന്റെയും ഓഫറിന്റെ കാറ്റഗറി മാറ്റിയിട്ട് അവർ ജസ്റ്റ് കൊടുക്കും. പക്ഷെ നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലോ അല്ലെ ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഷോപ്പിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് വിചാരിക്കും ഈ സാധനം ഇപ്പം വാങ്ങിച്ചില്ല എങ്കിൽ ഈ വിലക്ക് കിട്ടത്തില്ല എന്ന്. അങ്ങനെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്ത ഒരു അനുഭവം നമുക്കില്ലേ? ഇപ്പോളേ Yes, ഒരു sir. കട കാലിയാക്കൽ എന്നും പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആ ഷോപ്പുകളൊക്കെ ഉണ്ട്. യെസ്, അൻസർ സാറ് പറഞ്ഞത് എനിക്കിപ്പം കറക്റ്റ് ഓർമ്മയുണ്ട്. ഒരിക്കലും അതായത് കാലിയാവാത്ത കട അല്ലേ? 3-4 അതെ വർഷമായിട്ട് ഇതുവരെ കട കാലിയായിട്ടില്ല. അവര് പുതിയ സ്റ്റോക്ക് എടുക്കും, അത് നമ്മളപ്പോ എന്തുകൊണ്ടാണ് അവര് കടല കാലിയാക്കൽ എന്ന് പറഞ്ഞ് ഇടുന്നത്? നമ്മുടെ മൈൻഡ് വരും കട കാലിയാക്കുക, അപ്പം കിട്ടുന്ന പൈസക്ക് കൊടുത്ത് ഒഴിവാക്കാൻ നോക്കുക അവര്. അതുകൊണ്ട് നമുക്ക് അവിടെ പോവാം അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? അതെ. സാറ് ഡൗട്ട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ. നമ്മള് പിന്നെ എല്ലാരും ഓഫറിന് ഓടുന്നതാണ്. പക്ഷെ ഈ ഓക്കെ. ഓഫറിൽ ഒരുപാട് നമുക്ക് തെറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ ആ ഓഫറൊക്കെ ചിലപ്പോൾ വീട്ടിലെത്തി 2 ദിവസം കൊണ്ട് ആ സാധനമൊക്കെ കേട് വരുന്നുണ്ട്. ചെറിയൊരു ആ കുടുംബമാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയൂലല്ലോ ഒന്നായിട്ട്. ഓക്കെ. ആ സൗദി അപ്പൊ അത് ചിലവര് എന്റെ ഭർത്താവൊന്നും ഓഫറിന് ഓടാൻ സമ്മതിക്കൂല. ഉള്ളത് ഉം. പറയണം. ഓഫറിന് ഞാൻ പോവാറില്ല. ചില ആ സോപ്പും പൊടി അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കും. അത് ശരിയാണോ? അതിന് അതിനൊരു പക്ഷേ നിയർ എക്സ്പയറി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഓഫർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ പ്രത്യേക സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ആ ഒരു സ്റ്റാൻഡ് ഇരിക്കുമ്പം അവർ വലിയ ഓഫർ വെക്കും. പക്ഷെ നമ്മൾ അതിന്റെ എക്സ്പയറി നോക്കത്തില്ല. ചിലപ്പം ആ 2 വർഷം ഡേറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റിന് അവസാനത്തെ ഒരു 2 മാസമോ അല്ലെങ്കിൽ 1 മാസമോ മാത്രം ഡേറ്റ് വരുന്ന സമയത്ത് ഇവരെന്തോ എടുക്കും, ഇത് ഒരു ഓഫറിന് കൊടുക്കും. അവർക്ക് സ്റ്റോക്ക് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് വേറെ മാർഗമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ജസ്റ്റ് അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കും, 1 മാസം ഡേറ്റ് ഉണ്ടല്ലോ എന്ന്. ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് വിചാരിച്ചു, നമ്മൾ 500 മില്ലിയുടെ ഒരു ഷാമ്പു വാങ്ങിക്കുമെന്ന് വെച്ചു, ഒരു ബോട്ടിൽ ഷാമ്പു. നമ്മൾ പോരാ എത്ര മാസം ഉപയോഗിക്കുക ഒരു ഷാമ്പു? ചിലപ്പോ 6 എത്ര മാസം മാസം, ഉപയോഗിക്കും? ചിലപ്പോ 6 8 മാസമൊക്കെ 6 ചിലപ്പോ മാസം ഉപയോഗിക്കും. ഉപയോഗിക്കും, 3 മാസം ഉപയോഗിക്കും, 5 മാസം ഉപയോഗിക്കും. പക്ഷെ 1 മാസമോ 2 മാസം താഴെ മാത്രം അതിന്റെ എക്സ്പയറി കാണത്തുള്ളൂ. ആ സമയത്തായിരിക്കും ഇവര് 200 രൂപയുടെ ഷാമ്പു ജസ്റ്റ് 60 രൂപയ്ക്കോ 70 രൂപയ്ക്കോ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് പോയി അങ്ങ് വാങ്ങിക്കും. പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കും. അങ്ങനെ നിയർ എക്സ്പയറി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഓഫർ എന്ന് പറയുന്ന വരും അല്ലേ? 2 ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ ഓഫർ. അങ്ങനെയുള്ള സംഭവം വെച്ചിട്ട് നമുക്ക് 2 എണ്ണത്തിന്റെ ആവശ്യം വരത്തില്ലായിരിക്കും. നമുക്ക് ഒന്നിന്റെ ആവശ്യം കാണത്തുള്ളൂ. പക്ഷെ 2 എണ്ണം എടുത്തു കഴിയുമ്പോൾ ഇത്ര രൂപ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പോയി എടുക്കും. ചിലപ്പോൾ ഒരു സാധനം 10 രൂപയ്ക്ക് വാങ്ങുന്നത് 2 സാധനം 15 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങും. പക്ഷെ നമുക്ക് ആ 10 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. പിന്നെ ഓരോ ഷോപ്പുകാരും പല പ്രൊഡക്റ്റിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പം സെയിം കമ്പനി തന്നെ ക്വാളിറ്റി കുറച്ചിട്ട് പല വലിയ വലിയ ഷോപ്പുകൾക്കും കൊടുക്കുന്നുണ്ട്. പേരൊന്നും എടുത്ത് എനിക്ക് ഈ ഒരു സെഷനിൽ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവരുടെ ഇതില് സ്പെഷ്യൽ പറഞ്ഞോളൂ. ഒരുപാട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഓരോന്ന് വെച്ച് പറയല്ലോ ഞാന്. എന്റെ ഭർത്താവ് ഓക്കെ. പറയും 10 രൂപന്റെ ആണെങ്കിൽ ആ 10 രൂപന്റെ ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചാൽ മതി, ഓഫറിന് ഓടരുന്ന് പറയും എപ്പോഴും എന്നോട്. അപ്പൊ അപ്പം ഞാനങ്ങനെ തന്നെ ചെയ്യാം. എല്ലാ അങ്ങ് ഓഫർ മോശമാണെന്നല്ല. ഓഫർ നല്ല രീതിയിൽ കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്, എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് നല്ല രീതിയിൽ കൊടുക്കുന്നതും ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കണം, ഇത് ഓഫർ ഉണ്ടോ? ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ എത്ര ആണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. പുറത്ത് ഇത്ര രൂപയാണ് ഇതിൻ്റെത്, ഇവിടെ ഇത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് സെയിം സാധനം തന്നെയാണ്, എനിക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടും. പിന്നെ അത് നോക്കിയിട്ട് വേണം നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇനി ഗൂഗിളിൽ വേറെ നോക്കി അറിയാൻ പറ്റും ആ ഒരു പ്രോഡക്റ്റിന്റെ ട്രെൻഡ് യെസ്, എങ്ങനെയായിരുന്നു പ്രൈസിന്റെ. നമ്മൾ ജസ്റ്റ് ഒന്ന് കടയിൽ പോയിട്ട് തന്നെ ആ ഒരു ഏരിയ വെച്ച് തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജെമിനൈക്കോ ചാറ്റ് ജിടിപിക്കോ ജസ്റ്റ് ഗൂഗിളിലോ സെർച്ച് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും.
റോസ് സാറ് സൂചിപ്പിച്ചതെല്ലാം നമുക്ക് പ്രൈസ് അറിയാൻ പറ്റും. പിന്നെ വേറെ എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ട് പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ അറിയാൻ, അല്ലേ റോസ് സാറേ? ഇപ്പൊ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് കമ്പയർ ആപ്ലിക്കേഷൻസ് ചെയ്യാനായിട്ട്. ഉണ്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ കുറെ ഷോപ്പുകൾ അവരെന്നെ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ കുറച്ച് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൈസിന് തരാമെന്നൊക്കെ. ഓക്കെ. എല്ലാ ഓഫറും മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷെ ആവശ്യമുള്ളതാണോ നല്ലതോ നമ്മൾ തീരുമാനിക്കണം. നമ്മൾ നോക്കുക ഈ ഓഫർ ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പലപ്പോഴും നമ്മളെ പോക്കറ്റ് കാലിയാക്കുന്നത് ചെറിയ ഷോപ്പിങ്ങുകളാണ്. ഈ വലിയ എമൗണ്ടിനുള്ള ഷോപ്പിംഗ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കും. ഇപ്പോൾ ഒരു 5000 രൂപയുടെ സാധനമൊക്കെ ആണെങ്കിൽ നമ്മൾ വേണോ വേണ്ടെന്ന് കുറേ തവണ ആലോചിക്കും. പക്ഷെ 100 രൂപയുടെ സാധനമാണെങ്കിൽ നമ്മൾ ചിന്തിക്കൂല, ആ 100 അല്ലേ ഉള്ളൂ എന്നാണ് വിചാരിക്കും. പ്രത്യേകിച്ചും ഈ ഗൂഗിൾ പേയിലുള്ള ഈ 100 രൂപ 200 രൂപ പേയ്മെന്റ്സ് ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞ്, സാർ നേരത്തെ പറഞ്ഞല്ലേ 20-ാം തീയതി ഒക്കെ ആകുമ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ലാന്ന് തോന്നുമ്പോഴാണ് നമ്മൾ എടുത്ത് നോക്കുക നമ്മളിപ്പോൾ അത് എവിടെ ചെലവാക്കിയത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മിക്കതും 50 രൂപ 100 രൂപ 150 രൂപയുടെ ഷോപ്പിംഗ് ആയിരിക്കും. അതിൽ പലതും നമ്മൾ പ്ലാൻ ചെയ്യാതൊക്കെ വാങ്ങിച്ചതായിരിക്കും. വാങ്ങിക്കുന്ന സമയത്ത് ചെറിയ എമൗണ്ട് ആയിട്ട് തോന്നും, പക്ഷെ അത് പലപ്പോഴും ആവുമ്പോൾ വലിയ എമൗണ്ട്. അപ്പം നമ്മൾ കോൺഷ്യസ് ആവേണ്ടത് ഈ ചെറിയ ഷോപ്പിങ്ങിലാ. നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ ഈ ചെറിയ എമൗണ്ടുകൾ തന്നെ 10 ചെറിയ എമൗണ്ട് ആകുമ്പോഴത്തേക്ക് ഒരു വലിയ എമൗണ്ട് ആവുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നതില്ല. അതേപോലെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്, ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നത്, നേരത്തെയൊക്കെ മന്ത്ലി 1 ടൈം ആണ് എങ്കിൽ ഇപ്പൊ ഡെയിലി തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വീട്ടിലെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെക്കുകയും ചെയ്യും, എന്നിട്ട് പുറത്തു പോയി ഫുഡ് കഴിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇതിൽ നമ്മൾ ക്യാഷ് ആയിട്ട് കയ്യിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു സാലറി കിട്ടിയ ഉടനെ ഒരു 10,000 രൂപ കയ്യിൽ ക്യാഷ് ആയിട്ട് വെച്ചാൽ അതൊരു 7,000 8,000 ഒക്കെ ആകുമ്പോൾ നമുക്ക് ബോധം വരും പൈസ തീരാറായിന്ന്. അതേസമയം നമ്മൾ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ചെലവാക്കുമ്പോൾ നമ്മളത് അറിയില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് ഒരു ഇത് വരും, നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അയ്യോ ഈ പൈസ ഒരു വാല്യൂ വരും. നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ പോലും ഇത് ഇപ്പം നമ്മളിപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരു ഡ്രസ്സ് വാങ്ങുന്നു 2,000 രൂപയാണ് അതിന്റെ പ്രൈസ്. ഈ 2,000 രൂപ ഉണ്ടാക്കാൻ ഞാൻ എത്ര ദിവസം എടുക്കണം? ചിലപ്പോൾ 2 ദിവസം അല്ലെ 3 ദിവസം അല്ലെ 5 ദിവസം, ഓരോരുത്തരുടെ സാലറിക്ക് അനുസരിച്ച് പല ദിവസമായിരിക്കും അവര് ആ ഒരു പൈസ ക്യാഷ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം ഞാൻ കഷ്ടപ്പെട്ടതിനാണല്ലോ ഞാൻ ഈ ഒരു സാധനം വാങ്ങുന്നത്, അതെനിക്ക് ആവശ്യമാണോ എന്ന് നോക്കിയിട്ട് വാങ്ങുന്നത് ഓക്കെയാണ്. പിന്നെ പർപ്പസ്ഫുൾ ഷോപ്പിംഗ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ സീസണുകളിൽ ചെയ്യുന്ന, അപ്പം പെരുന്നാളിനും ക്രിസ്മസിനും ഓണത്തിനൊക്കെ ചെയ്യുന്ന ഷോപ്പിംഗ് ആണെങ്കിൽ ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കുള്ളൂ. ഇതൊന്നും അല്ലാതെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എന്നാൽ ഒന്ന് ലുലു പോയി വന്നേക്കാന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മളെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുക, കാണുന്നതെല്ലാം. അപ്പൊ ഷോപ്പിംഗ് ഒക്കെ ഈ പറയുന്ന പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്ന പോലെ സീസണലാക്കുക. കല്യാണം സൽക്കാരവും എല്ലാം എന്തായാലും മാസത്തിലൊരിക്കൽ ഒരു കല്യാണമൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും, അതിനു വേണ്ടി മാത്രമാക്കുക. ഓക്കെ, യെസ്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സാറ് സൂചിപ്പിച്ച പോലെ തന്നെ വേറെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ പറയാട്ടോ. സാർ, ഇപ്പൊ ഒരിക്കലും യൂസ് ചെയ്ത ഡ്രസ്സ് വീണ്ടും ഇടുക എന്നുള്ളത് ഇപ്പോ എല്ലാവർക്കും ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യം പോലെയാണ്. ഒരു ഫംഗ്ഷൻ ഇട്ട ഡ്രസ്സ് പിന്നെ ഒരാവശ്യത്തിന് ഇടൂല. വാങ്ങിയത് 10,000 10,000 കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പൊ കാഷ്വൽസ് ആണെങ്കിലും ഓഫീസ് വെയർ ആണെങ്കിലും ഇന്നിട്ടത് നാളെ ഇടാൻ പാടില്ല, ഭയങ്കര മോശമാണ്. അങ്ങനെയാണ് അത് ഇപ്പോ മറ്റുള്ളവർ നമ്മൾ കണ്ടില്ല മാം, ഓൾറെഡി ഒരു ഡ്രസ്സിൽ കണ്ടില്ലേ, അപ്പൊ പിന്നെ അവിടെ പോകുമ്പോ ചോദിക്കത്തില്ലേ നിനക്ക് വേറെ ഡ്രസ് ഒന്നുമില്ലേ, ഇത് കഴിഞ്ഞ ആഴ്ച ഇട്ട് തന്നെയല്ലേ അല്ലെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് തന്നെ എന്നല്ലേ വിചാരിക്കൂ. അതിന് മാച്ചിങ് ആയിട്ടുള്ള ബാഗ്സ് വേണം, ചെരുപ്പുകൾ വേണം, അതെല്ലാം ഒരെണ്ണം മേടിക്കുമ്പോൾ അതിന്റെ പുറകെ എല്ലാത്തിനും ചേഞ്ചസ് വരുത്തണം. അപ്പൊ അതൊന്നും പിന്നെ യൂസ് ആക്കൂല എന്നുള്ളതാണ് സത്യം. കുട്ടികൾക്കാണെങ്കിലും ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇടുന്നത് മോശമാണ്. സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോ ഇട്ടതാണ്, അത് ഇനി ഇടാൻ പറ്റില്ല, അത് മാറ്റി വെക്കുകയാണ്. വാർഡ്രോബ് നിറഞ്ഞു കഴിഞ്ഞാലും അവരിങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കും. അത് ഡെയിലി പുതിയത് പുതിയത് തന്നെ ഇടാൻ പാടുള്ളൂ. പക്ഷെ അതിപ്പോ നേരത്തെ മുതിർന്നവരും അങ്ങനെ തന്നെയാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞത് 1 വയസ്സുള്ള കൊച്ചിനെ 2 വയസ്സുള്ള കൊച്ചിന്റെ ഡ്രസ്സ് ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെ വാങ്ങുന്നത്. കാരണം എന്താ, വലുതാവുമ്പോ ഇടാം, ആ സമയത്ത് ഇടാം, അല്ലെങ്കിൽ ആ ടൈമിൽ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഓരോ ദിവസവും ഓരോ മാസവും നമ്മുടെ ബോഡി ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുക. 6 മാസം മുമ്പ് നമുക്ക് ഇട്ട ഡ്രസ്സുകൾ പോലെ നമുക്ക് ഇന്ന് ഇടാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് നമുക്ക്. ട്രെൻഡ് ഡെയിലി മാറുന്ന പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. ആ ഒരു രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
മുമ്പ് സീസണൽ ആയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ട്രെൻഡ് ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതൊരു ഉറപ്പായിട്ടും. വലിയൊരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, താങ്ക് യു മാം. പണ്ടത്തെ വേറെ ഒരു എക്കണോമിക്സ് തിയറി എന്ന് പറയുന്നത് ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ എന്നായിരുന്നു. അതായത് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പണ്ടത്തെ തിയറി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സപ്ലൈ ചെയ്യുക എന്നിട്ട് ഡിമാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലാണ് നമ്മൾ പെട്ടുപോകുന്നത്. യെസ്, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ? എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാറുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഡൗട്ടുകൾ ചോദിക്കാനുണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കാം. അതർവൈസ് നമുക്ക് ടൈം ആയെന്ന് തോന്നുന്നു അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ആ സജന മാം? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഇനി ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലെന്നാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു എവരിവൺ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് ഇതുപോലത്തെ യു. ഇന്ററാക്റ്റീവ് താങ്ക് യു സെക്ഷൻ സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ മോർണിംഗിൽ. താങ്ക് യു അതുപോലെ തന്നെ നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുകയും ക്യാഷിനെ എങ്ങനെ ചെലവഴിക്കാമെന്നും അതുപോലെ തന്നെ അത് ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ കൊണ്ടുപോകാമെന്നും റിയൽ ലൈഫിലോട്ട് നമ്മളെ എത്തിച്ചു സാർ. താങ്ക് യു റീന മാം, താങ്ക് യു. ചാറ്റിലൂടെ താങ്ക്സ് പറഞ്ഞ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, Thank you, താങ്ക് sir. യു സർ. താങ്ക് യു സോ ബൈ ബൈ. താങ്ക് യു. Yeah. Thank you so much for your valuable session. It's an eye-opening for all. Thank you so much. താങ്ക് യു മാം. ആക്ച്വലി നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും രണ്ടു വട്ടം ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ. ആൻഡ് നമ്മളുടെ നീഡ്സ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ചെയ്യണം എന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. അറിയെങ്കിൽ കൂടി നമ്മൾ റിയലൈസ് ചെയ്യാറില്ലല്ലോ. യെസ്, താങ്ക് യു എല്ലാവർക്കും സോ അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ ബട്ട് പോലും നമ്മൾ നമ്മൾ എവിടേക്കോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാർ താങ്ക് യു നിഷ മാം. ഇപ്പൊ പുതിയ ഈ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള എല്ലാ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാതെ അവർ എടുത്തു ചാടി ഇന്ന സാധനം വാങ്ങണം, വീട്ടിലെ പ്രശ്നങ്ങൾ, അതിലെന്തെങ്കിലും സൈക്കോളജിക്കൽ ആസ്പെക്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് ക്യാഷിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പം മുതലേ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരു 3 വയസ്സോ 4 വയസ്സോ അല്ലെ 5 വയസ്സോ മുതൽ സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈം കാണുമല്ലോ, പ്രീ കെ ജി മുതൽ അല്ലെ സ്കൂളിൽ ആ ഒരു സമയം മുതൽ എപ്പോഴാണോ അവർ പോകുന്നത് ആ സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി ചെലവാക്കുന്ന ഫീസുകളില്ലേ, സ്കൂളിലേക്ക് അവർക്ക് വേണ്ടി ചെലവാക്കുന്ന ഫീസുകൾ, പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കടകളിൽ പോകുമ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്, ഇതൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമ്മൾ ആ ഒരു കൗണ്ടറിന്റെ അടുത്ത് എത്തുമ്പം അവരുടെ ഈ പൈസ കൊടുത്തിട്ട് പറയുക, നിങ്ങളിത് പേയ്മെന്റ് ചെയ്യാൻ പറയുക. കാരണം ആ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഇത്രത്തോളം ക്യാഷ് എൻ്റെ പാരൻസ് ചെലവാക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിലെ ഫീസ് കൊടുക്കുമ്പോൾ പല കുട്ടികൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ഫീസിന്റെ ലെവലൊന്നും അറിയത്തില്ല. എത്രയാണ് അവർ ഫീസ് കൊടുക്കുന്നതെന്നുള്ളത് അറിയത്തില്ല. അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന പൈസയുടെ തുക അറിയത്തില്ല. അപ്പം ഇതൊക്കെ ആദ്യം മുതലേ ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും ഇത്രത്തോളം ക്യാഷ് എനിക്ക് വേണ്ടി എൻ്റെ പാരൻസ് ചെലവഴിക്കുന്നുണ്ടെന്ന്. അപ്പം അവർ ഒരുപക്ഷെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവരൊന്ന് കുറച്ചൊക്കെ ഒന്ന് അവർ മനസ്സിലാക്കും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാഷ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മക്കളോട് കൂടെ ഷെയർ ചെയ്യുക. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൈസ നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്, അവർക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പം ഏത് ജോലിയാണ്, ആ ജോലിയുടെ ലെവൽ എന്താണ്, അതിന് എത്ര സമയം ഞാൻ ആ ജോലിക്ക് വേണ്ടി ചെലവഴിക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, അതായത് ഫോറിൻ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നത്, ചൈനയിലോ
അങ്ങനെ പല കൺട്രീസിലും വർക്ക് ചെയ്യുന്ന പാരൻസ് കഷ്ടപ്പെട്ടിട്ട് പല രീതിയിലുള്ള ഡെയിലി ലൈഫൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പം ഏതെങ്കിലും രീതിയിലുള്ള ലോഡിങ്ങുകളൊക്കെ ആയിരിക്കും. ആ ലോഡിംഗ് ഒക്കെ ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്ന് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ നമ്മുടെ റീൽസിലൊക്കെ കാണാൻ പറ്റും. മക്കളെ സ്കൂളുകളിൽ ഒരു TV വെച്ചിട്ട് കുട്ടികളെ കാണിക്കും. പാരൻസ് ഒക്കെ ജോലി ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന മെതേഡ്. അപ്പോൾ കുട്ടികൾക്കത് മെന്റലി ഒന്ന് അവർക്കൊന്ന് ക്യാച്ച് ചെയ്യും. അയ്യോ, എൻ്റെ പാരൻസ് ഇത്രത്തോളം പൈസ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഞങ്ങളെ പോറ്റാനുള്ള പൈസ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ ഒരു ബോധം അവർക്കുണ്ടായി കഴിഞ്ഞാൽ മക്കൾക്ക് കുറച്ച് ഒരു ഇത് മനസ്സിലാവും, ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതലുള്ള പാരൻസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മക്കളുടെ ആഗ്രഹങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ സാധിച്ചു കൊടുക്കുന്ന ഒരു പാരൻസ് ലെവലാണ് ഇന്ന് കൂടുതലും കാണുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണ്ടെന്നല്ല, പക്ഷെ അതിന് നമ്മളൊരു ലെവല് മനസ്സിലാക്കിയിട്ട് മാത്രമേ അത് സാധിച്ചു കൊടുക്കാവുള്ളൂ എന്നുള്ളതാണ്. Okay, thank you, sir. Yeah, താങ്ക് യു. valuable information. ഓക്കെ, താങ്ക് യു മാം. അപ്പം നമുക്ക് ലെഫ്റ്റ് ആയാലോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സാർ. Okay. ഓക്കെ, താങ്ക് യു എല്ലാവരും സഹകരിച്ചതിന് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. ഓക്കെ, താങ്ക് യു.